ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ ആയിഷ നീ ഒരിക്കലും 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുതേ ആയിഷ. 4 കാര്യം നീ എപ്പോഴും ചെയ്യണം, എന്നിട്ടേ നീ ഉറങ്ങാവുള്ളൂ. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകണം. അതിനു മുമ്പ് ഈ 4 കാര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറയുകയാണ്, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ നീ ഖത്മാക്കണേ. വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണേ, എന്നിട്ടേ നീ ഉറങ്ങാൻ കിടക്കാവുള്ളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിയും? ഡെയിലി ഖുർആൻ ഓതണം മൊത്തം. ആരോട് പറയാ? ഭാര്യയോട് വിളിച്ചു പറയാ. ഭർത്താവ് പറയാൻ. ഭർത്താവിന്റെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി, ഭാര്യയുടെ പേര് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. എല്ലാ ദിവസവും ഖുർആൻ മുഴുവൻ ഓതിയിട്ട് നീ കിടക്കണോ? രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും അവിടുത്തെ എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം നീ സമ്പാദിച്ചിട്ടേ ഉള്ളൂ, നീ ഉറക്കത്തിലേക്ക് വഴുതി വീഴാവുള്ളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രക്ഷപ്പെടാനുള്ള ഒരു കവചം സ്വന്തം ഭാര്യയ്ക്ക് സീക്രട്ടായിട്ട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്താണ്. ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഏറ്റവും രഹസ്യമായ ഒരു കാര്യമായിരിക്കും. രക്ഷപ്പെടാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞു. എന്നിട്ട് 4 കാര്യം പറഞ്ഞു കൊടുത്തു. ഈ 4 കാര്യം ചെയ്യാതെ നീ എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. ഒന്നെല്ലാ ദിവസവും മുഴുവൻ ഓതണം. രണ്ടാമത്തേത്, എല്ലാ പ്രവാചകന്മാരുടെയും അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം വാങ്ങിച്ചിട്ടല്ലാതെ നീ ഉറങ്ങരുത്. ഹബീബ് റസൂലുള്ളാഹി എല്ലാവരുടെയും പൊരുത്തം കിട്ടണം, എന്നിട്ടേ നീ ഉറങ്ങാവുള്ളൂ. മൂന്നാമത്തത് നിന്നോട് പറയാനുള്ളത്, എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം മാത്രം പോരാ, എല്ലാ മുർസലീങ്ങളുടെയും പൊരുത്തം മാത്രം പോരാ, ഈ ലോകത്തുള്ള എല്ലാ വിശ്വാസിനികളുടെയും പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ നീ ഉറങ്ങരുതേ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങണം. മൂന്നാമത്തത് അടക്കോ, മുഅ്മിനീങ്ങളൊക്കെ പൊരുത്തം വാങ്ങിക്കണോ? ഒറ്റ രാത്രി കൊണ്ട് എല്ലാ ദിവസവും വേണം. അല്ലാതെ ഒരു വട്ടം ചെയ്താൽ പോരാ, ഡെയിലി ചെയ്യണം ഇത്. അങ്ങനെ തമല. നാലാമത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കണേ. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു സുബഹി നിസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലിയാൽ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം. ഇപ്പൊ പറയുന്നത് എല്ലാ ദിവസവും ഹജ്ജ് ഉംറയും നിർവഹിക്കുക. അതെങ്ങനെ പറ്റുക? എല്ലാ ദിവസവും ഹജ്ജ് ഉംറ എന്ന് പറയാൻ പറ്റൂല. കാരണം ഹജ്ജിനൊരു സീസൺ ഉണ്ട്. ശവ്വാൽ മുതൽ ദുൽഹിജ്ജ 10 വരെയാണ് അതിന്റെ സീസൺ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ അതിന്റെ ടൈം കഴിഞ്ഞു. ഉംറയാണെങ്കിൽ പിന്നെ എപ്പോഴും പറ്റും. പക്ഷെ ഇത് തന്നെ ഡെയിലി പോയി മക്കത്ത് പോയി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രയാസം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ട് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്, എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? മനസ്സിലായില്ല. എങ്ങനെ എല്ലാ ദിവസവും ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യും? എങ്ങനെ എല്ലാ അമ്പിയാക്കളുടെ പൊരുത്തം എല്ലാ ദിവസവും വാങ്ങിയെടുക്കും? എങ്ങനെ എല്ലാ ദിവസവും മുഅ്മിനീങ്ങളുടെ പൊരുത്തം സമ്പാദിക്കും? എങ്ങനെ എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കും? ഈ 4 കാര്യവും അസംഭവ്യം ണല്ലോ. ഈ 4 കാര്യവും പ്രശ്നമാണല്ലോ, പ്രയാസമാണല്ലോ. ഹബീബായ നബി തങ്ങൾ സലാം വീട്ടി കഴിഞ്ഞപ്പോ നബി തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണിത് കഴിയുക റസൂലേ? എങ്ങനെയാണ് സാധിക്കുക നബിയേ? എല്ലാ ദിവസവും ഖുർആൻ ഖത്മാക്കാൻ കഴിയുമോ? എല്ലാ ദിവസവും എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം വാങ്ങാൻ കഴിയുമോ? എല്ലാ ദിവസവും എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങാൻ സാധിക്കുമോ നബിയേ? എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കുമോ നബിയേ? അപ്പോൾ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ കഴിയും, ആയിഷ കാര്യം നിസാരമാണ്. ഈ കരുതിയതുപോലെ വലിയ സംഭവമല്ല. എന്നിട്ട് പറഞ്ഞു കൊടുത്തു,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണേ. 3 പ്രാവശ്യം എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കയിൽ ഇരിക്കുമ്പോ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ. തഅദീലുൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഓതിയാൽ വിശുദ്ധ ഖുർആനിന്റെ 1/3. അതുകൊണ്ട് 3 പ്രാവശ്യം ഓതുന്നതോടുകൂടി പരിശുദ്ധ ഖുർആൻ ഖത്മാക്കിയവളെ പോലെ ആകുമേ. അതുകൊണ്ട് ഖുർആൻ ഓതിയാൽ മതി. നീ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി വീണ്ടും ചോദിക്കുകയാണ്, നബിയേ നബിയേ, ഓക്കേ ഞാനത് ചെയ്തുകൊള്ളാം നബിയേ, എന്നാൽ രണ്ടാമതായി എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം ഞാൻ എങ്ങനെ സമ്പാദിക്കും? എല്ലാവരും മരണപ്പെട്ടു പോയില്ലയോ? അവിടുന്ന് മാത്രമല്ലയോ അവസാനത്തെ പ്രവാചകർ? അവിടുന്ന് മാത്രമല്ലയോ ജീവിച്ചിരിപ്പുള്ളൂ? ബാക്കിയുള്ളവർ മരണപ്പെട്ടു പോയില്ലയോ? അവരുടെ പൊരുത്തം ഞാൻ എങ്ങനെ സമ്പാദിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ്, ആയിഷ ആയിഷ, അതിനും ഞാൻ നിനക്ക് പോംവഴി പറഞ്ഞു തരാം. നീ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ നീ മുത്ത് നബിയുടെ മേൽ ഗുണം ചെയ്യണേ. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, മുത്ത് നബിയുടെ മുഹമ്മദ് നബിയുടെ കുടുംബാദികൾക്കും ഗുണം ചെയ്യണേ. എന്നിട്ട് നീ നിർത്തരുത്, നീ ഇവിടെ നിർത്താൻ പാടില്ല. വഅലാ സായിരിൽ അംബിയാ വൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബതി അജ്മഈൻ. എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ മുർസലീങ്ങൾക്കും 1,24,000 അമ്പിയാക്കൾ, അതിൽ 313 മുർസലീങ്ങൾ, എല്ലാ സ്വഹാബത്തെ കറാമിനും മുഴുവൻ ആളുകൾക്കും ഗുണം ചെയ്യണേ എന്ന് നീ സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ എല്ലാ പൊരുത്തം നിനക്ക് കിട്ടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. എന്റെ മേൽ മാത്രമല്ല, കുടുംബാദികളുടെ മേൽ, എല്ലാ അമ്പിയാക്കളുടെ മേൽ, എല്ലാ മുർസലീങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അമ്പിയ മുർസലീങ്ങളുടെ പൊരുത്തം നിനക്ക് കിട്ടും. മൂന്നാമതായി റസൂലുള്ള പറയുകയാണ്, മുഅ്മിനീങ്ങളുടെ പൊരുത്തം സമ്പാദിക്കാൻ എല്ലാ ജുമഅയിലും ഇമാം മിമ്പറിൽ കയറി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ മുഅ്മിനീങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, മുഅ്മിനാത്തുകൾക്ക് പൊറുക്കണേ നാഥാ എന്ന് പ്രാർത്ഥനയില്ലയോ, ദുആ ഇല്ലയോ? ആ പ്രാർത്ഥന പോലെയുള്ള ദുആ നിന്റെ ജീവിതത്തിൽ നീ മരിക്കുന്നതിന് മുമ്പല്ല, എല്ലാ ദിവസവും നീ ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ലോകത്തിന്റെ നായകൻ പറയുന്നു, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് നീ ഒരു പ്രാവശ്യം ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അതിലൂടെ സർവ്വ മുഅ്മിനീങ്ങളുടെ പൊരുത്തം കിട്ടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പോൾ നാലാമത്തേത് ഹജ്ജും ഉംറയും. ശംസുക്കാക്ക് ഉണർന്നു നിൽക്കുകയാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി നിനക്ക് കിട്ടണോ? നീ ഒരൊറ്റ ദിക്ർ ചൊല്ലിയാൽ മതി, ഒരൊറ്റ ദിക്ർ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ ദിക്ർ നീ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പൈസ ഇല്ലാത്ത ധനമില്ലാത്ത ആളുകൾ, ഹജ്ജിന് വേണ്ടി പോകാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് ഡെയിലി ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്, വളരെ ചെറിയ സൂറത്ത്, 2 വരിയേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. ആ സൂറത്ത് 3 പ്രാവശ്യം ഓതുക. രണ്ടാമത്തത് ഒരു സ്വലാത്ത്. എങ്ങനെയാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീന വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഒറ്റ പ്രാവശ്യം മതി, അല്ലാതെ 10 ഒന്നും വേണ്ട. അതാണ് ചിന്തിക്കുന്നത്. സ്വലാത്ത് ഒറ്റ പ്രാവശ്യം. മൂന്നാമത്തെ ദുആ മുഅ്മിനീങ്ങളുടെ പൊരുത്തം കിട്ടാൻ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കഴിയും. നാലാമത്തേതോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കഴിയും. സെക്കൻഡുകൾക്കുള്ളിൽ, ഒരൊറ്റ മിനിറ്റിനുള്ളിൽ എത്ര പ്രതിഫലങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് സ്വന്തം ഭാര്യയോട് നബി പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ട് ഇന്നത് പരസ്യമായി പോയി. ഇതിപ്പോ നിങ്ങളുടെ മുന്നിൽ പരസ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പക്ഷേ ആയിഷ ബീവി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ലോകത്തോട് വിളിച്ചു പറയാൻ, എല്ലാവരും അമൽ ചെയ്യട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ, ഈ ഉമ്മത്ത്, ഈ സമുദായം രക്ഷപ്പെടട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇന്ന് ചിലപ്പോൾ നമ്മൾ ചെയ്യും, നാളെ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാം. അതെന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അത് ഇന്ന ഇത് മറന്നുപോയവര് കുറിച്ചു വെച്ചോണം. ഒന്നും കൂടി ഞാൻ പറയാം. സൂറത്തുൽ ഇഖ്ലാസ് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. നബിയുടെ മേലും കുടുംബാദികളുടെ മേലും അംബിയാ മുർസലീങ്ങളുടെ മേലുള്ള സ്വലാത്ത് എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തുള്ള ദുആ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. കഴിഞ്ഞു. വലിയ പ്രതിഫലമാണ്. ഹജ്ജിന് വേണ്ടി പോയിട്ട് വരുന്നവർ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളെങ്കിലും നമ്മളിവിടെ ഡെയിലി ഇപ്പം തന്നെ നമ്മൾ അത് കഴിയുമ്പോൾ തന്നെ 10-15 ഹജ്ജാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷേ ഇത് പണമുണ്ടായിട്ടും വഴിയാലും മുതലാലും സമ്പത്തൊക്കെ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. അയവാനെ നീ പോണം, അത് വേറെ വിഷയം. അത് രണ്ടും രണ്ട്. ഇത് കഴിവില്ലാത്ത ആളുകളാണ് ഇനി പറയുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. നീ എവിടെ പോകുന്നത്? നീ ജിമാഇന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച ജുമാ കളഞ്ഞിട്ട്. അല്ലാഹു ആകട്ടെ. ജുമാ ഇല്ല, ജുമാ ഉള്ളൂ. അല്ലാഹു ആകട്ടെ. അല്ലാഹു ആദരിക്കട്ടെ. നടക്കുന്ന സംഗതി ജുമാ കളഞ്ഞിട്ട് വേറെ പോരി. സംഭവം കിസറായി പോയി. സമൂഹത്തിൽ നടക്കുന്നതാണത്. ജുമാ നഷ്ടപ്പെടുത്തി, ഹജ്ജ് നഷ്ടപ്പെടുത്തി, വേറെ പരിപാടിക്ക് പാവപ്പെട്ടവൻ ഉസ്താദേ എന്താ ചെയ്യേണ്ടത്? നീ കറക്റ്റ് ജുമായ്ക്ക് പോയാൽ നിന്റെ ഹജ്ജ് അതായിരുന്നു. നീ ആ ഹജ്ജ് കളഞ്ഞു വിളിച്ചു. പരിശുദ്ധമായ ജുമാഅയുടെ സുദിനത്തിൽ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന മുസ്ലിം സഹോദരങ്ങളിലെ, ചെറുപ്പക്കാരിലെ, സഹോദരിമാരിലെ അതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും ഒന്നില്ലെങ്കിൽ പെരുന്നാളിന്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ച് നമ്മുടെ മേത്തന്മാര് വരണം. ജുമാ പോയി, വേറെ പരിപാടിയാണ്. ഹജ്ജ് അങ്ങ് പോവാണ്. ജുമാ പോയെന്ന് പറഞ്ഞാൽ ഹജ്ജ് പോയി. അൽ ജുമുഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായിരുന്നു ജുമാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാധാ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. എന്നാൽ നിനക്കുള്ളതാകുന്ന ഹജ്ജ് ജുമുഅയാണ് നിന്റെ ഹജ്ജ്. 5 വഖത്ത് നമസ്കാരം നിനക്കുള്ള ഹജ്ജ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല ഹദീസ് വേറൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നുമല്ല പറയുന്നത്. ശ്രദ്ധിച്ചോ, വെറുതെ പറയല്ല. من تطهر من بيته ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم. പക്ഷെ പോകാൻ ഭയങ്കര കൊതിയായിരുന്നു ഹജ്ജിന്. നീ നാട്ടിൽ തന്നെ ഇരുന്നാൽ നിനക്ക് കുറെ ഹജ്ജിന്റെ കൂലിയുണ്ട്. ഹജ്ജ് നിനക്ക് നേടിയെടുക്കാം. അതിനാണ് പറഞ്ഞത് ഒന്ന് ജുമുഅ, ഒന്ന് ജുമുഅ. 2-5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം, ഫർളായ നമസ്കാരം. ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തത്, റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അമല് ഇന്നും സമൂഹം നിലനിർത്തി പോരുന്ന ഒരു അമലുണ്ട്. ഏതാണെന്നറിയാം? റമളാനിൽ നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമലുണ്ട്.
ഏതാണത്? സുബൈ കഴിഞ്ഞുള്ള ഉറക്കം. കറക്റ്റായിട്ട് റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടിട്ടില്ല. റമദാനി ചെയ്ത ആകെയുള്ള ഒരു അമലാണ് കറക്റ്റായിട്ട്. അത് മുടക്കിയിട്ടുമില്ല. തറാവീഹൊക്കെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ടോ, ഖുർആനോത്തും മുടങ്ങിയിട്ടുണ്ടോ. എന്നാൽ ഈ സുബൈ കഴിഞ്ഞുള്ള ഉറക്കം മുടങ്ങാൻ പാടില്ല. അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ലെന്ന. ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പാടില്ല. സുബൈ നിസ്കരിച്ചിട്ട് അങ്ങനെ വേഗം ഉറങ്ങാൻ പാടില്ല. ഏറ്റവും നല്ല സമയമാണ്. എന്താണത്? ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. തഴവാസാദിന്റെ ബൈത്താണ്. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ എപ്പോ ഉറങ്ങിക്കണോ? സുബൈ കഴിഞ്ഞ് ഉറങ്ങണം. ബറക്കത്ത് വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കും? ആരെങ്കിലും ഉണ്ടോ? ഒരാളും ഉണ്ടാവൂല. ബറക്കത്ത് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകും. യുവതലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഇത്. നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സംഭവം എന്താ? പാതിരാത്രി സമയം വരെ ഇന്റർനെറ്റും മൊബൈലും ആയിട്ടെങ്കിലും പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഒന്ന് കടന്നാൽ പിന്നെ സുബഹിയില്ല, ഉദയമില്ല, ഒന്നുമില്ല. പിന്നെ ഒരു 8-8:30 ആകുമ്പോഴേക്കും ബറക്കത്താക്കപ്പെട്ട സർവ്വസമയം സുബ്ഹാനല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി. അല്ലാഹുവേ പടച്ചറബേ, എന്റെ സമുദായത്തിന് ബറക്കത്ത് ചൊരിയണേ. ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഈ വേളയിൽ മുസ്ലിമേ നീയോ ഉറക്കമാണ്. എവിടെന്നാണടാ ബറക്കത്ത് ലഭിക്കുക? ഏത് രീതിയിലാണ് നിനക്കും നിന്റെ കുടുംബത്തിലും ബറക്കത്ത് ഉണ്ടാവുക? ഉസ്താദേ, എന്റെ മകൻ ഇതുവരെ പാസ്സായിട്ടില്ല. ഉസ്താദേ, എത്രയോ എക്സാമുകളാണ്, PSC ടെസ്റ്റുകളാണ് അവൻ എഴുതിയത്. അവൻ എഞ്ചിനീയറെ പാസ്സായവനാണ്, അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ്, ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. രാവിലെ സുബൈ കഴിഞ്ഞിട്ട് പോത്തുപോലെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഒരിക്കലും ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിന് നീ പാത്രീഭൂതനാകണമെങ്കിൽ ആ സുബൈക്ക് ശേഷമുള്ള സമയം ദിക്റിലായി കൂടണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹദീസല്ലേ ഹദീസ്. എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്? ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റില്ല. മാഫി ഫുലൂസ് ഖൗം, അങ്ങനത്തെ ഖൗമുകൾക്ക് ഉള്ള അമലാണ് ഈ പറയുന്നത്. സുബൈ കഴിഞ്ഞിട്ട് ദിക്ർ ചെല്ലുക. ഹദീസ് ഇമാം തിർമിദി കിതാബു സലാത്തിൽ കൊണ്ടുവന്ന ഹദീസ്. ഏതാ ഹദീസ്? قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖൗമുൻ സല്ലവു സുബ്ഹ, ഒരു സമൂഹം അവർ സുബഹി നമസ്കരിക്കുകയും വദകറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, ഉദയസമയം വരെ ദിക്റിലായി കഴിഞ്ഞു കൂടുകയും ചെയ്താൽ. എല്ലാ പള്ളിയിലും ഉണ്ട് നിസ്കാര ബോർഡ്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതിലെന്തുണ്ട്? ഉദയം ടൈം കൊടുത്തിട്ടുണ്ട്. ചിലടത്ത് എന്തിനാണെന്ന് പോലും അറിയാൻ പറ്റില്ല. ആ സ്ഥലത്തുള്ള കള്ളികൾ കൂടി മാറ്റി വെച്ചേക്കുക, പോക്കറ്റിട്ട് വെച്ചേ.
സംഭവം എന്തിനാണത്? ആ തുലൂഇന്റെ ടൈം അങ്ങനെ എഴുതിയിടുന്ന സുബൈക്ക് പള്ളിയിൽ കയറുന്നവൻ ബുദ്ധിയുള്ളവൻ ആ ടൈം ഇങ്ങനെ നോക്കണം. ഇതിനത് അകത്തോട്ട് കയറിയാൽ പിന്നെ ആ ടൈം കഴിഞ്ഞ് അവൻ ഇറങ്ങുമല്ലോ, അവിടെ തന്നെ ദിക്റിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ വേഗം തന്നെ പോണം. കടയിൽ പാല് കിട്ടത്തില്ല. നമുക്കിത് കഴിഞ്ഞാൽ ചിലർ സുബൈ നിസ്കരിക്കാൻ വരുന്നത് എന്തിനാ? പള്ളി നിസ്കരിച്ച് വാദിച്ച ഒരു ചായക്കട ഉണ്ടാവും, അവിടെ വന്നിരുന്ന സ്റ്റേഷനി രാവിലെ കടയിൽ എന്തെങ്കിലും തുടങ്ങട്ടെ, ചൂട് ചായയും കടിയും ഇതാ പറയാ. ചില ആൾക്കാർ സുബൈ നിസ്കരിക്കാൻ വരുന്നത് തന്നെ അതിനാ. രാവിലെ എന്തെങ്കിലും ചൂട് വാർത്ത, പള്ളിയിലെ വാർത്ത, മുത്തലിങ്ങൾ വാർത്ത എന്തെങ്കിലും കിട്ടണം, അതിനുവേണ്ടി രാവിലെ എന്റെ പള്ളിക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൈദ്യം ചെയ്ത് വന്നോല്ലോ. കാരം കഴിഞ്ഞിട്ട് പിന്നെ ആചാര്യ പോയിട്ട് വെളിയിൽ പോയി പരിപാടി അങ്ങനത്തെ കുറെ കോമുണ്ട്. അല്ലാഹു കാരം കഴിഞ്ഞ ഉടനെ പോവാ, വേഗം പോയിട്ട് അവിടെ പോയിരുന്നു പിന്നെ പത്രം വായിച്ച് കാലും കയറ്റി വെച്ച് അങ്ങനെ അല്ലാഹു കാത്തിരക്ഷിക്കാം. സുബ്ഹാനല്ലാഹ്. സുബൈ കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടിയാൽ കിട്ടുന്ന കൂലി പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി. അതൊക്കെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന നേട്ടമാണ്, ചെറിയ നേട്ടമല്ല. ഇത് സ്ത്രീകൾക്കും പറ്റുമല്ലോ. രാവിലെ സുബൈ കൃത്യമായിട്ട് നിസ്കരിച്ചു, എന്നിട്ട് ഉദയം വരെ ഇരുന്ന് മുസല്ലയിൽ ഇരുന്ന് ദിക്റിലായി കഴിഞ്ഞുകൂടി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മാഷാ അല്ലാഹ്, അതങ്ങനെ ദിക്ർ ചൊല്ലിക്കൂടെ. ഖുർആൻ ഓതുക, യാസീൻ ഇദാ വഖഅത്തി അർറഹ്മാൻ, സൂറത്തുൽ മുൽക്കൊക്കെ ഇരുന്ന് ഓതുക. അങ്ങനെ ഉദയം വരെ ഖുർആനുമായി ബന്ധപ്പെട്ട് വല്ല ദിക്റിലായി കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരുന്നാൽ ഉംറ നിർവഹിച്ച പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സമയത്ത് നമുക്ക് പറ്റുന്ന അമലായി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റും. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളല്ലേ ഈ ദിവസം, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 3 കാര്യം പറഞ്ഞു, 3 പറഞ്ഞു. നാട്ടിൽ തന്നെ ഇന്ന് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ പറ്റും. 1 ഹജ്ജ്, 2 5 വഖത്ത് നമസ്കാരം കൃത്യമാക്കി, 3 സുബൈ കഴിഞ്ഞിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലുക. ശ്രദ്ധിക്കണേ. ഇൽമുണ്ടാകും, ശ്രദ്ധിക്കും. ഞാൻ വേഗം നിർത്താം, 11 മണി വരെ പോയിട്ട് നമുക്ക് നിർത്താം. 15 മിനിറ്റും കൂടെ ഉള്ളൂ, കഴിയാൻ പോവാൻ. കുറേ വിഷയങ്ങൾ പറയാനുണ്ട്, സമയമില്ല, നമുക്ക് പിന്നെ പറയാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 4-മത്തെ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമൻ ഖറജ ലിസ്വലാത്തി ളുഹാ കാന ലഹു മിസ്ലുൽ ഹജ്ജി വൽ ഉംറ സദഖ റസൂലുള്ളാഹി. ആരെങ്കിലും ഉദയം വരെ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കൂടുകയും ദുഹാ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹജ്ജും കിട്ടും, ഉംറയും കിട്ടും. ഉദയം വരെ ദിക്റിലായി കൂടിയാൽ ഉംറ മാത്രം. ദുഹാ കൂടി നിസ്കരിച്ചു, 2 റക്അത്ത് ദുഹയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് 2 റക്അത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 8 റക്അത്ത് നിസ്കരിച്ചു. 2 ആയിട്ട് നമസ്കരിച്ചു. ഖുൽയാഹുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു സൂറത്ത് മോദി, ഇല്ലെങ്കിൽ വശംസി വദുഹാഹ എന്ന സൂറത്ത് മോദി, വദ്ദുഹ എന്ന സൂറത്ത് മോദി. അങ്ങനെ നിസ്കരിച്ചു. ഇങ്ങനെയാണെങ്കിലും നിസ്കാരം നിർവഹിച്ചു. ചുരുങ്ങിയത് 2 റക്അത്ത് ആയിക്കോട്ടെ, നീ തുടങ്ങി വെക്കുന്ന കുട്ടിയല്ല, അങ്ങനെ തുടങ്ങി. എത്ര റാഹത്താണ്. രാവിലെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചിട്ട് യാത്ര വന്നാൽ എന്തൊരു ബറക്കത്താണ്. യാത്ര 2 റക്അത്ത് സുന്നത്തൂടി നിസ്കരിച്ചാൽ എന്തൊരു റാഹത്താണ്. ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവർത്തകർക്കുള്ളതല്ലേ, ബിദ്അത്തിന്റെ അഹ്ലുകാർക്കുള്ളതല്ല. അവരെല്ലാം നിഷേധിക്കാൻ അതില്ല, ഇതില്ല. ഒന്ന് മാത്രമുണ്ട്, 3 നേരം മുണുങ്ങ മാത്രമുണ്ട്, ബാക്കിയൊന്നുമില്ല. അങ്ങനെ ഇല്ല എന്ന് പറയുന്ന കൗമിനോട് നമുക്ക് യോജിപ്പില്ല, അല്ലേ? എല്ലാം ഖൈറിന്റെ മാതൃകളൊന്നും നമ്മൾ കൊട്ടിയടയ്ക്കേണ്ട. രാവിലെ സുബൈ കഴിഞ്ഞിട്ട് അങ്ങനെ ദിക്ർ ചൊല്ലി ഉദയം വരെ, എന്നിട്ട് ദുഹാ നമസ്കരിക്കും. സുബ്ഹാനല്ലാഹ്, ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാറജുല ബിബിരി ഉമ്മിഹി
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയോട് വസിയത്ത് നടത്തുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ഖിദ്മത്ത് എടുക്കണേ, ഉമ്മയെ നോക്കണേ, ഉമ്മയെ നോക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അൻത ഹാജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാഹ് യഅനി ഇദാ അബറഹാ. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ്, നീ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്. നിന്റെ പ്രിയപ്പെട്ട മാതാവിന് ഖിദ്മത്ത് എടുക്കുന്ന കാലഘട്ടത്തോളം എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ തെറി വിളിക്കുന്ന മക്കളില്ലയോ, അവരെ കൂകി വിളിക്കുന്ന മക്കളില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കൊന്ന് കേൾക്കണേ ചെറുപ്പക്കാരാ, ഈ വാക്കൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വസാറജുലാ ബിബിരി ഉമ്മിഹി. ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാൻ റസൂലുള്ളാഹി പറയുകയാണ്, ഉമ്മയ്ക്ക് ഗുണം ചെയ്യാൻ പറയുകയാണ്, മാതാവ് പറയുന്നത് കേൾക്കാൻ പറയുകയാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അന്ത ഹാജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്. മാതാവിന് ഗുണം ചെയ്യുന്ന കാലഘട്ടത്തോളം നീ ഹാജിയാണ്, ഹാജിയാണ്. നിന്റെ ഹജ്ജ് സ്വീകരിച്ച പ്രതിഫലമാണ്, ഉംറ ചെയ്തതാകുന്ന പ്രതിഫലമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടിയതാകുന്ന സ്വഹാബാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്.